ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. നമുക്കിത് ഇവിടെ വായിക്കാൻ പറ്റും വാഗമൺ EV പോർട്ട്. അതായത് നമ്മളിന്ന് വാഗമണ്ണിലാണുള്ളത്. അതും നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നമ്മളെ ഏതറും കൊണ്ട് നമ്മൾ വാഗമണ്ണിൽ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഫുൾ ചാർജ് ആക്കിയിട്ട് നമ്മൾ ഒരു കട്ട ഓഫ് റോഡ്, അതായത് ആദ്യമായിട്ടാണ് ഏതറും കൊണ്ട് ഓഫ് റോഡ് തന്നെ ഞാൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ എവിടേക്കാണ് പോണതെന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് അതിൽ മാപ്പ് ഇടുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിനു മുന്നേ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വാഗമണ്ണിലേക്ക് എങ്ങനെയാണ് എത്തിയത്, എത്ര സ്ഥലത്ത് നമ്മൾ ചാർജ് ചെയ്തിട്ടാണ് എത്തിയെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് വണ്ടിയുടെ പുറത്ത് കയറിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. യെസ്, ഷാൽ വി മൂവ്? റിയലി ഐ എം സോ എക്സൈറ്റഡ്. വേറെ ഒന്നുമല്ല, ഈ EV ആണ് ഇന്നത്തെ നമ്മളുടെ മെയിൻ നായകൻ എന്ന് പറയാനുള്ളത് തന്നെ. ഇവനെ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ഓഫ് റോഡ് നമ്മൾ കയറാൻ വേണ്ടി പോണത്. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഇവിടേക്ക് ഞാൻ എത്തിയത് 3 സ്ഥലങ്ങളിലായിട്ട് ചാർജ് ചെയ്തിട്ടാണ്. അതായത് ഈ വണ്ടിയിൽ എനിക്ക് തോന്നുന്നു ഒരു 50% എത്ര അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ, 50% അങ്ങോട്ട് വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ദെൻ ഞാൻ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ ചാർജ് ആക്കി. ഫുൾ ചാർജ് മീൻസ് പവർ സ്റ്റേഷനിൽ 80% ആണ് ആവുക. അപ്പോൾ 80% ഞാൻ പുതുക്കാട് പവർ സ്റ്റേഷനിൽ നിന്ന് ആക്കിയിട്ട് നേരെ പെരുമ്പാവൂരെത്തിയെങ്കിലും എനിക്ക് മൂവാറ്റുപുഴ എത്താനുള്ള ചാർജ് ഉണ്ടായിരുന്നു. സോ ഞാൻ മൂവാറ്റുപുഴയ്ക്കാണ് നേരെ, പിന്നെ അവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് ചാർജ് ചെയ്യാണ്ട് നേരെ മൂവാറ്റുപുഴയ്ക്കാണ് ഞാൻ പോയത്. മൂവാറ്റുപുഴയിൽ നിന്ന് ചാർജ് ചെയ്തിട്ട് അവിടെ നിന്നും ഒരു 80% തന്നെ ആക്കിയിട്ട് നേരെ ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ എത്തി. ഈരാറ്റുപേട്ട എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 40% അടുത്ത് ബാക്കി ഉണ്ടായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തീരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്കോ അല്ല ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഞാൻ സ്പോർട്സിൽ ഇട്ടിട്ടാണ് ഫുൾ ടൈം, അതായത് തൃശ്ശൂർ ടു വാഗമണ്ണ് വരെയും ഞാൻ സ്പോർട്സിൽ ഇട്ടിട്ടാണ് മൊത്തം വന്നിരുന്നത്. ദെൻ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഞാൻ ഫുൾ ചാർജ് ആക്കിയിട്ട് നേരെ വാഗമൺ. ഓൾമോസ്റ്റ് എനിക്കൊരു 30 to 40% അടുത്ത് എനിക്ക് ആവശ്യം വന്നു. കാരണം ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുത്തനുള്ള കയറ്റങ്ങളാണ്, മൊത്തം കയറ്റാണ്. അപ്പോൾ നമുക്കൊരു തണൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം. യെസ്, ദിസ് ഈസ് വരാട്ടുമേട്. അപ്പം ഇങ്ങനെ കാണാം നമുക്ക് എന്താണ് ഉണ്ടാകാൻ പോവാന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. ലെറ്റ്സ് ഗോ. യെസ്, അയ്യോ, ദിസ് ഈസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പം ഇങ്ങനെ തുടങ്ങല്ലേ. ജസ്റ്റ് ഒന്ന് മേലൊക്കെ കയറി പോയി നോക്കിയായിരുന്നു ഞാനൊന്ന്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. യെസ്, let's begin from here. Let's go. പൊന്നേ, ഏതൊരു വീലി അടിച്ചിട്ട്. ഇതിൻ്റെ അടിഭാഗം തട്ടാൻ പാടില്ല. സോ അവിടുന്ന് കുറച്ച് കല്ലുകൾ ഉണ്ടായിരുന്നൊക്കെ ഞാൻ മാറ്റിയിട്ടു. നമുക്ക് പതുക്കെ ഓക്കെ. കുറച്ച് നേരം ഒന്ന് വണ്ടി കറങ്ങി നിന്നു. അതിനല്ല, യെസ്, ഓട്ടോ ഹോൾഡ് ഒന്ന് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ. അത് ഓട്ടോ ഹോൾഡിൽ ഉണ്ടാവണത് നമ്മുടെ വണ്ടിക്ക് അത്ര നല്ലതല്ല. കാരണം നമ്മളിങ്ങനെ കയറ്റം കയറുമ്പോൾ തന്നെ ഇറങ്ങുമ്പോൾ തന്നെ അത് ഓട്ടോ ഹോൾഡ് ആവും. അത് മോട്ടറിന് അത്ര ബെറ്റർ അല്ല.
ഞാൻ ദേ ജസ്റ്റ് അപ്പുറത്തെ ട്രാക്കിലേക്ക് ഒന്ന് കിടത്തട്ടെ. മേത്തേക്ക് തെറിക്കണ്ട കേട്ടാ. പതുക്കെ 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 പതുക്കെയാണ് ഞാൻ കയറ്റുന്നത്. അപ്പോൾ ഇത്രയും സെക്ഷൻ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കൂടി കയറാം. എൻ്റെ പൊന്നെ, എന്തൊക്കെ ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. ആകെ കൂടി എനിക്കൊരൊറ്റ ആഗ്രഹമുള്ളൂ, വരാട്ടുമേടിലേക്ക് എനിക്ക് കയറ്റണം. അതും ഈ ഏതറിന് എനിക്ക് വരാട്ടുമേട് കയറ്റണം. അതാണ് ഞാൻ ഇന്ന് ലക്ഷ്യമിട്ടിട്ട് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കൂടി കയറാട്ടാ. യെസ് 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 യെസ്. ഇനി നമുക്ക് കിട്ടാൻ പോണ സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു ഇറക്കമാണ്. അന്ന് നമ്മൾക്ക് കിട്ടിയ ഒരു അനുഭവം വെച്ചിട്ട് ഇനി നമുക്ക് കിട്ടാനുള്ള വലിയൊരു ഇറക്കമായിരിക്കും. ആ വലിയ ഇറക്കം കഴിഞ്ഞതിന് ശേഷമാണ് ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു സെക്ഷൻ. അവിടെ വെച്ചിട്ടായിരുന്നു നമ്മളുടെ എക്സ്പൾസിൻ്റെ ക്ലച്ച് പ്ലേറ്റ് പോയത്. അപ്പോൾ അടുത്തത് ഇനി നമുക്ക് ഇതേപോലെ ഒരു ഹാർഡ് സെക്ഷൻ കിട്ടാനുണ്ടെങ്കിൽ അതാണ്. ഇതുപോലെ എന്ന് പറയാൻ പറ്റില്ല, ഇതിനേലും ടഫാണ്. പക്ഷേ ഒരു കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ, ഇത്രയും ഇല്ല, പക്ഷെ കുറച്ചുള്ളൂവെങ്കിലും അതൊരു സെക്ഷൻ തന്നെയാണ് മക്കളെ. യെസ്, നമുക്ക് ഇനി ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് വേണം പോവാൻ കേട്ടോ. ഓ പിന്നെ ബാക്കി ഇറങ്ങാം കേട്ടോ. നമുക്കിത് ഒരു ഫ്രീ ഫ്ലോയിലൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ ഇവനെ. കാരണം ചെരലും ഇവനും മറ്റേ അടയും ചക്കരയും പോലെയാണ്. ചെരല് കണ്ടു കഴിഞ്ഞാൽ അപ്പം മറ്റേ ഞരങ്ങി പോവും വണ്ടി. യെസ്, നമ്മളൊരു കട്ടയിലേക്ക് ഇതേ ഇരുന്നിട്ടുണ്ട് വണ്ടി ഇപ്പോൾ. ഓ യെസ് യെസ് യെസ്. കയറട്ടെ, പോട്ടെ. യെസ്, ദാറ്റ് സക്സസ്ഫുള്ളി ഡൺ. പിന്നെ ഇതേ നമുക്ക് അടി തട്ടരുത്. എൻ്റെ പൊന്നേ, ഈ ട്രാക്ക് തന്നെ പിടിക്കാം. ദാറ്റ്സ് മോർ ബെറ്റർ, ഐ തിങ്ക് സോ. ഓ മൈ ഗാഡ്, ഇതിപ്പോൾ ഏത് ഭാഗം ഇറക്കും? അയ്യോ എയർലി. എൻ്റെ പൊന്നേ. യെസ്, ഈ വഴി ഇറക്കാം കേട്ടോ നമുക്ക്. ആ വഴി വലിയ കുഴികളുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വഴി നല്ലോണം ചേർത്തി
ഇങ്ങനെ ഇറക്കി വിടാം. യെസ്, ഓ മൈ ഗാഡ്. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് ജ്ഞാപകം എടുക്കാന്ന് ഈ ഒരു ഭാഗം. ഇതേ അടുത്ത സെക്ഷൻ ട്ടാ. സീനും കൂടി വന്നിട്ട് നമുക്ക് ബാക്കി കയറാം. ലെറ്റ്സ് ഗോ. Yes, yes, yes. Oh my God. ബാക്കിൽ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ടയർ ഇങ്ങനെ കിടന്ന് തിരിയാ. കാരണം അത്രയും പവറിലല്ലേ കൊടുക്കുന്നത്. ഫൈനലി ഞങ്ങൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഫൈനൽ സെക്ഷൻ ഞങ്ങൾ കടന്നു. കുറച്ചൊക്കെ ഓടിച്ചു, കുറച്ചൊക്കെ ഉന്തി, കുറച്ചൊക്കെ ആട്ടി അങ്ങനെ എടുത്തു. ക്ഷമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇങ്ങോട്ട് കയറിക്കോ. ബാക്കി ഇവിടെയും കയറിയിട്ട് വേണം കാണാം. ഇതും കൂടി ഉണ്ട്. ഇതുകൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ ഇതിൻ്റെ മുകളിലുള്ള ഒരു വ്യൂവും അതുപോലെ തന്നെ പാലൊഴുകും പറയും. എന്താണെന്നറിയില്ല, സന്തോഷം കൊണ്ട് അയ്യോ പണ്ടത്തെ പരസ്യത്തിലൊക്കെ പറഞ്ഞ പോലെ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ. ഇതിപ്പോൾ ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ. ഡാ നിനക്ക് ഞങ്ങൾ ഓർമ്മ ഉണ്ടോ? ഞങ്ങൾ ഓർമ്മ ഉണ്ടോ നിനക്ക് അന്ന് നമ്മൾ ക്ലച്ചൊക്കെ പോയിട്ട് നിന്നത്? ഇവനെ ഇരുന്നിട്ട് നമ്മളെ കൂടെ അന്ന് ഉണ്ടായിരുന്നു അവൻ. വാടാ നമുക്ക് പോവാം. റൈഡ് ഇടാം. സ്പോർട്സ് ആകുമ്പോൾ ഭയങ്കര പവർ കൂടുതലാണ്. അപ്പോൾ വണ്ടിയുടെ ടയർ ഇങ്ങനെ കിടന്ന് തിരിയാ. അവൻ വടി കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മളാദ്യമായിട്ടല്ലേ. ഓ താങ്ക്സ് എടാ മുത്തേ. വാ ഇങ്ങോട്ട് വാ. സത്യം ജീവികളിൽ വെച്ചിട്ട് ഇത്ര സ്നേഹമുള്ളൊരു മുതലിനെ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ ദേ വരാട്ടുമേടിൻ്റെ ടോപ്പിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. വിത്ത് ആദ്യത്തെ VV ബൈക്കാന്ന് തോന്നുന്നുണ്ട് ഈ വരാട്ടുമേട് കയറണത്. ദേ നമ്മുടെ ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ആ പാലൊഴുകുംപാറ കാണാനാണ് നമ്മൾ ഇത് ഈ ഒരു വരാട്ടുമേടിൻ്റെ മുകളിലേക്ക് മെയിനായിട്ട് കയറിയത് തന്നെ. ദേ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണാൻ പറ്റും പാലൊഴുകുംപാറ. ഒരു മിനിറ്റ്, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറിക്കട്ടെ. എന്നാലും അത് കാണുമ്പോൾ ഒരു സന്തോഷം. എൻ്റെ പൊന്നു മോനെ, യെസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എല്ലാവരും ഇതിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടുമ്പോൾ
എന്തൊരു സന്തോഷമാണെന്ന് പറയണ പോലെ ആ ഒരു സന്തോഷം ഇപ്പം ഞങ്ങൾ ഫീൽ ചെയ്യാണ്, അനുഭവിച്ചറിയാണ് ഞങ്ങൾ രണ്ടുപേരും. അയ്യോ ഇതിൻ്റെ മേലക്കും കൂടിയും കയറാട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മുകളിൽ നിന്ന് ഇതിൻ്റെ വ്യൂ കാണാൻ വേണ്ടി പറ്റും. കേട്ടാം. എന്തൊക്കെയോ ചെയ്ത് തീർത്തൊരു ഭയങ്കര ഹാപ്പിനെസ് എന്ന് പറയില്ലേ, ആ ഹാപ്പിനെസ് ഈ ഒരൊറ്റ വ്യൂ കാണുമ്പോൾ. യെസ്, ദിസ് ഈസ് വരാട്ടുമേട്, ദാറ്റ് ഈസ് പാലൊഴുകുംപാറ ഗൈസ്. അറ്റ് ലാസ്റ്റ് നമ്മളിവിടെ ഈ ഏദറിനിവിടെ കയറ്റി. എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഒരു കാര്യം, കാരണം ഏദറിന് ഞാൻ ഹെഡ്സ് ഓഫ് ഒരു സല്യൂട്ട് തന്നെ കൊടുക്കും. കാരണം ഇത്രയും വലിയ ഹാർഡായിട്ടുള്ള, അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഈ ഒരു വരാട്ടുമേട് നമ്മൾ അടിച്ചിട്ടും ഇതിൻ്റെ മോട്ടറിൻ്റെ സെക്ഷനിൽ നിന്നോ അതല്ലാന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ സെക്ഷനിൽ നിന്നോ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അത്രയും അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്. അത് ഇപ്പോൾ ഇവിടെ തെളിയിച്ചിരിക്കും കൂടിയാണ് ഏദർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കമ്പനി. ഒരു രക്ഷയില്ല, നമുക്ക് കിട്ടിയ അനുഭവമാണ് നമ്മൾ പറയണത്. ഒരു തരത്തിലുള്ള യാതൊരുവിധ കംപ്ലൈൻറ്റും ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്കിനി ഇവിടുന്ന് ഇറങ്ങണം, കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ക കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. കിട്ടില്ല, കാരണം ഇതുവരെയും ഒരു പണിയും തന്നില്ല. അപ്പോൾ അതിനർത്ഥം അടിപൊളി ബിൽഡ് ക്വാളിറ്റിയാണ്, ഒരു രക്ഷയല്ല. അപ്പോൾ ഇനി ഇരുട്ടാവണയിലും മുന്നേ നമുക്ക് ഈ കയറിയതും ഇറങ്ങിയതും എല്ലാം തിരിച്ച് കയറ്റും തിരിച്ചിറക്കൊക്കെ വേണം. ദെൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് വേറൊരു ബൈക്കുമായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ട്രാവൽ വ്ളോഗുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.